നമസ്കാരം. മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ്. നമ്മളേവരും തന്നെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് കേട്ടിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ പലതും നിങ്ങളേവരും കണ്ടിട്ടുണ്ടാവാം. എങ്കിലും ഇതുവരെ ഈ കഥ കേൾക്കാനോ കാണുവാനോ സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹരിതം ബുക്സിന് വേണ്ടിയിട്ട് ഈ കഥ എഴുതിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ശത്രുഘ്നനാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായി അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണം കേൾക്കാം. 1947 കോഴിക്കോട്ട് ജനനം. യഥാർത്ഥ പേര് വി ഗോവിന്ദൻകുട്ടി മേനോൻ. അച്ഛൻ കൊല്ലത്ത് മാധവ മേനോൻ. അമ്മ വെങ്ങാലിൽ നാണിക്കുട്ടിയമ്മ. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ബികോം ബിരുദം എടുത്ത ശേഷം FACTയിൽ ചേർന്നു. 12 വർഷം ഗൾഫിൽ മസ്കറ്റിലെ യൂണിയൻ ബാങ്ക് ഓഫ് ഒമാനിൽ ഇന്റേണൽ ഓഡിറ്ററായിരുന്നു. പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സഹപത്രാധിപരായി. ഇപ്പോൾ മുഴുവൻ സമയം കഥാകൃത്തും തിരക്കഥാകൃത്തും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് സമാന്തരങ്ങൾ എന്ന കഥയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പാപ്പാത്തിക്കാലം എന്ന കഥയ്ക്ക് SK പൊറ്റക്കാട് അവാർഡ് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം വിവർത്തനം ചെയ്തതിന് ലഭിക്കുകയുണ്ടായി. VT അവാർഡ്, സഹൃദയവേദി അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 16ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതി. ഈ പുഴയും കടന്ന്, കളിയൂഞ്ഞാൽ, നക്ഷത്രത്താരാട്ട്, സ്പർശം, നിറം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തിരക്കഥകൾ. ഇനി കഥയിലേക്ക് കടക്കാം. ഭാഗം 1. പണ്ട് അറബ് ദേശത്തെ ജോർദാൻ നദിയുടെ തീരത്തുള്ള നഹലിസ്ഥാൻ എന്ന ചെറുപട്ടണത്തിൽ മുസ്തഫ ബിൻ മൊയ്നുദ്ദീൻ എന്നൊരു സാധു തയ്യൽക്കാരനുണ്ടായിരുന്നു. അലാവുദ്ദീൻ എന്നൊരു ബാലൻ്റെ പിതാവായതിൽ പിന്നീട് അബു അലാവുദ്ദീൻ എന്നൊരു പേരും ആളുകൾ അയാളെ വിളിച്ചു പോന്നു. അയാളും ഭാര്യ ഫാത്തിമയും മകൻ അലാവുദ്ദീനും പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. മുസ്തഫ തയ്യൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തി. അലാവുദ്ദീൻ ചെറുപ്പം മുതലേ മടിയനായി വളർന്നു. അവനെ രാവിലെ മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ തന്നെ അവൻ്റെ മാതാപിതാക്കൾ നന്നെ ബുദ്ധിമുട്ടി. മദ്രസയിൽ നിന്നും തിരിച്ചു വന്ന ഉടനെ അവൻ അവൻ്റെ ഉമ്മ കൊടുക്കുന്ന എന്തെങ്കിലും ആഹാരം വാരിത്തിന്ന് തെരുവിലേക്കിറങ്ങും. തന്നെപ്പോലെ മടിയന്മാരായ കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവനവിടെ അവർക്കൊപ്പം പന്ത് കളിച്ചും വഴിയോരങ്ങളിലെ മരക്കൊമ്പുകളിൽ ചാടിക്കളിക്കുന്ന കുരങ്ങന്മാരെ കല്ലെറിഞ്ഞു രസിച്ചും സമയം പോക്കി. ഉച്ചയാവുമ്പോൾ അവൻ വീട്ടിലേക്ക് വരും. ഉമ്മ, അമ്മി, വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാവും അവൻ്റെ വരവ്. ഫാത്തിമ വെച്ചു വിളമ്പുന്ന ആഹാരം കഴിച്ച് അവൻ വീണ്ടും തെരുവിലേക്കിറങ്ങും. പിന്നെ സന്ധ്യ കഴിയുമ്പോഴാണ് വീട്ടിലെത്തുക. ദിവസം മുഴുവൻ ചാടിയും ഓടിയും മൽപ്പിടുത്തം നടത്തിയുമൊക്കെ കളിച്ചതിൻ്റെ തളർച്ചയോടെ അവൻ അപ്പോഴും പറയും, ഉമ്മ, അമ്മി, വിശക്കുന്നു. അത്താഴം കഴിച്ച ഉടനെ കയ്യും വായും കഴുകിയെന്നും വരുത്തിയിട്ട് അവൻ അവൻ്റെ കട്ടിലിൽ കയറിക്കിടന്ന് അങ്ങുറങ്ങുകയും ചെയ്യും. ഇതായിരുന്നു അലാവുദ്ദീൻ്റെ ദിനചര്യ. അവനെ തയ്യൽക്കാരനാക്കാൻ മുസ്തഫ ആവുന്നതും ശ്രമിച്ചു നോക്കി. എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഉപ്പ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തയ്യൽക്കടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ മുസ്തഫ പൂമുഖപ്പടിയിൽ കുഴഞ്ഞു വീണു. അലറി കരഞ്ഞുകൊണ്ട് ഫാത്തിമ അയാളെ താങ്ങി പതുക്കെ അകത്തേക്ക് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. ദേശത്തെ നല്ലൊരു വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ഫാത്തിമ തൻ്റെ ഭർത്താവിന് മരുന്ന് കൊടുപ്പിച്ചു. മുസ്തഫയെ ഫാത്തിമ നന്നായി ശുശ്രൂഷിച്ചുവെങ്കിലും 7ാം ദിവസം അയാൾ മരിച്ചു. അതോടെ വീട് പട്ടിണിയിലുമായി. തയ്യൽക്കട ഏറ്റെടുത്ത് നടത്താൻ ഫാത്തിമ മകനോട് ആവുന്നത്ര പറഞ്ഞു നോക്കി. അവൻ പതിവ് പോലെ ഒഴിഞ്ഞു മാറി. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഉമ്മ, അവൻ പറഞ്ഞു. തുന്നാൻ നൽകിയ തുണികളൊക്കെ
അതിൻ്റെ ഉടമസ്ഥന്മാർ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി. തയ്യൽക്കട അടഞ്ഞു കിടന്നു. ഫാത്തിമ അടുത്തുള്ള വീടുകളിൽ ജോലി ചെയ്തും നൂൽ നൂറ്റും തനിക്കും മകനുമുള്ള ഭക്ഷണത്തിന് വഴി കണ്ടെത്താൻ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അതോടെ അവരുടെ ആരോഗ്യസ്ഥിതിയും മോശമായി വന്നു. അലാവുദ്ദീൻ ആവട്ടെ ഇതിലൊന്നും വലിയ താല്പര്യമോ ശ്രദ്ധയോ കാട്ടാതെ പതിവ് പോലെ തൻ്റെ കൂട്ടുകാരോടൊത്ത് സമയം ചെലവിട്ടു. കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദിവസങ്ങൾ ഫാത്തിമ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അലാവുദ്ദീനും കൂട്ടുകാരും കൂടി തെരുവോരത്ത് പന്ത് കളിച്ചുകൊണ്ട് നിൽക്കെ ഒരു അപരിചിതൻ അവരുടെ അടുത്തേക്ക് വന്നു. വർണ്ണചിത്രങ്ങളുള്ള പട്ടുകുപ്പായവും തുന്നൽ പണികളുള്ള തൊപ്പിയും ധരിച്ചിരുന്നു അയാൾ. ചുമലിൽ പട്ടുതുണി കൊണ്ടുള്ള ഒരു ഭാണ്ഡവും ഉണ്ടായിരുന്നു. വൃത്തിയായി കത്രിച്ചു നിർത്തിയ താടി അയാളുടെ മുഖത്തിന് ഒരേ സമയം ശാന്തതയും ഗൗരവവും നൽകി. അലാവുദ്ദീനും കൂട്ടുകാരും കളി നിർത്തി ആഗതനെ അത്ഭുത ആദരവങ്ങളോടെ ശ്രദ്ധിച്ചു. നിങ്ങളിൽ ആരാണ് മൊയ്നുദ്ദീൻ മുസ്തഫ എന്ന തയ്യൽക്കാരൻ്റെ മകനായ അലാവുദ്ദീൻ? ഞാനാണ്. അമ്പരപ്പ് വിട്ടുമാറാതെ അലാവുദ്ദീൻ ഒരല്പം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആഗതൻ നിലത്ത് മുട്ടുകുത്തി നിന്ന് അലാവുദ്ദീനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ കുറച്ച് വിട്ടുമാറി നിന്ന് ഭയത്തോടെയും അമ്പരപ്പോടെയും ആഗതനെ നോക്കിക്കൊണ്ട് നിന്നു. മോനെ, കരച്ചിലിനിടെ ഗദ്ഗതത്തോടെ ആഗതൻ പറയാൻ തുടങ്ങി. മോനെ, നിന്റെ ഇളയപ്പയാ ഞാൻ, നിന്റെ ഉപ്പായുടെ അനുജൻ. അലാവുദ്ദീൻ ഒന്ന് ഞെട്ടി, തെല്ലു ഭയക്കുകയും ചെയ്തു. അയ്യോ, അദ്ദേഹം മരിച്ചുപോയെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതേ മോനെ, എല്ലാവരും ധരിച്ചു വെച്ചതും അതുതന്നെയാ. കച്ചവട ചരക്കുകളും കൊണ്ട് ബസ്രായിലേക്ക് പോകും വഴി ഞാൻ സഞ്ചരിച്ച കപ്പൽ കടലിൽ മുങ്ങിപ്പോയി. കപ്പലിൽ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു. കച്ചവട ചരക്കുകളെയും കടൽ വിഴുങ്ങി. എന്നാൽ അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതുവഴി വന്ന തോണിക്കാർ എന്നെ രക്ഷപ്പെടുത്തി ബാഗ്ദാദിൽ എത്തിച്ചു. കുറേ കാലം ഞാൻ കിടപ്പിലായി. ഒരു ദിവസം വല്ലാത്ത മോഹം തോന്നി എൻ്റെ ഇക്കയെ കാണാൻ. ഇക്കയോട് അഹങ്കാരത്തോടെ തർക്കിച്ച് പിണങ്ങിയായിരുന്നു ഞാൻ നാടുവിട്ടത്. അതിൻ്റെ കുറ്റബോധവും എന്നെ വല്ലാതെ വലച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഇക്കയുടെ മരണവിവരം അറിയുന്നത്. നാട്ടുകാർ പറഞ്ഞു ഇക്കയുടെ മകൻ ഇവിടെയെങ്ങാനും കാണും എന്ന്. ആഗതൻ വീണ്ടും അലാവുദ്ദീനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കരയാതെ ഇളയപ്പ, കരയാതെ. അലാവുദ്ദീൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആഗതൻ കരച്ചിൽ നിർത്താതെ തന്നെ പറഞ്ഞു, എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല മോനെ. ഒരു കണക്കിൽ നീ എൻ്റെ മകൻ തന്നെയാ, എൻ്റെ പുന്നാര ഇക്കയുടെ മകൻ. അബ്ദുള്ള ബിൻ മൊയ്നുദ്ദീൻ എന്ന ഈ ഞാൻ ഇപ്പോഴാ ശരിക്കും പുനർജനിച്ചതുപോലെ തോന്നുന്നത്. മോനെ, കടലിൽ നിന്ന് അല്ലാഹു എനിക്കായി തോണിക്കാരെ അയച്ച് രക്ഷിച്ചത് ഈ കൂടിക്കാഴ്ചക്കാണെന്ന് പോലും തോന്നുന്നു. ബാഗ്ദാദിലെ സുൽത്താൻ എനിക്ക് അബ്ദുള്ള സൗദാഗർ എന്ന വലിയ ബിരുദം തന്നപ്പോൾ പോലും ഞാൻ ഇത്രയധികം സമ്മാനിതനായി തോന്നിയിട്ടില്ല. തൻ്റെ ഉപ്പായുടെ അനുജൻ ഇത്രയ്ക്കും വലിയവനാണല്ലോ എന്നതിൽ അലാവുദ്ദീനും അപ്പോൾ തെല്ല് അഭിമാനം തോന്നി. കണ്ണുകൾ തുടച്ചുകൊണ്ട് ആഗതൻ അലാവുദ്ദീനോട് ചോദിച്ചു, നീ എന്നെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ മോനെ? ആ എളപ്പ, വരൂ വരൂ, അലാവുദ്ദീൻ പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോകാം. മറ്റു കുട്ടികളെ പറഞ്ഞയച്ച് അലാവുദ്ദീൻ തൻ്റെ ഉപ്പായുടെ അനുജനെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന കഥയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇതുവരെ കേട്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.